الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 ഉപദേശങ്ങളെ ആയിരുന്നു നമ്മൾ മുമ്പ് 2 ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ഒരു സംഗതി അത് കടുകുമണിയോളമേ ഉള്ളുവെങ്കിൽ പോലും അത് എത്ര ചെറുതായാലും, അത് വല്ല പാറക്കെട്ടിലോ ആകാശലോകത്തോ ഭൂമിയിലോ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടന്നാലും ശരി, അല്ലാഹു തആല അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. എത്ര സൂക്ഷ്മമായതും അവൻ കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്ക് സൂറത്ത് ഫജ്റിന്റെ 14-ാമത്തെ ആയത്തിൽ കാണാം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ റബ്ബ് പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട് എന്നാണ്. വഖൗലുഹു ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന വാക്കിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് പറഞ്ഞു, യസ്മഉ വയറ, അവൻ അല്ലാഹു കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നാണ്. അല്ലാഹു തആല കേൾക്കുകയും കാണുകയും ചെയ്യുന്നു എന്നാണ്. അതായത് നന്മ ചെയ്തവർക്ക് സ്വർഗം നൽകുന്നതിനും തിന്മ പ്രവർത്തിച്ചവർക്ക് നരകം നൽകുന്നതിനും വേണ്ടി നിന്റെ റബ്ബ് ജനങ്ങളുടെ, മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണെന്നാണ്. പ്രിയമുള്ളവരെ, അതാണ് മഹാനായ ലുഖ്മാൻ തന്റെ മകന്, കുഞ്ഞു മോന് നൽകുന്ന ഉപദേശങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഉപദേശം. നമ്മളതങ്ങനെ ഒരു തർത്തീബായിട്ട് പറഞ്ഞാൽ 3-ാമത്തെ ഉപദേശം. എന്താണ് ഉപദേശം? മോനെ വിളിച്ചിട്ട് അദ്ദേഹം പറയണത് എന്താ? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ فتكون في صخرة أو في السماوات أو في الأرض يأتي بها الله. എന്റെ കുഞ്ഞുമോനെ, ഒരു വാപ്പ ഈ ദുനിയാവിൽ വെച്ച് മോന് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. തീർച്ചയായും അത് കാര്യം, മനുഷ്യരുടെ കർമ്മങ്ങൾ ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതാണെങ്കിലും ശരി, എന്നിട്ടത് ഒരു പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയായിരുന്നാലും ശരി, അല്ലാഹു അത് കൊണ്ടുവരുന്നതാണ്. റബ്ബ് അത് കൊണ്ടുവരുന്നതാണ്. കാരണം അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ?
ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു ലത്തീഫാണ്, അല്ലാഹു ഖബീറാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഈ പറഞ്ഞ ആയത്തിന്റെ സബബുൻ നുസൂലായി, അവതരണ പശ്ചാത്തലമായി അല്ലമ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മസീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. അഹദുഹ, രണ്ടഭിപ്രായത്തിൽ ഒന്നാമത്തെ അഭിപ്രായമായി അന്നബ്ന ലുഖ്മാൻ ഖാല ലി അബീ, ലുഖ്മാന്റെ മകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ലുഖ്മാനോട് ചോദിച്ചു, അറഅയ്ത ലൗ കാനത് ഹബ്ബത്തുൻ ഫീ ഖഅരിൽ ബഹരി അകാന അല്ലാഹു യഅലമുഹാ. പിതാവേ, കടലിന്റെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒരു ധാന്യമുണ്ടെങ്കിൽ പോലും അതും അല്ലാഹു അറിയുമോ? ഫഅജാബഹു ബിഹാദിഹിൽ ആയ ഖാലഹു അസ്സുദ്ദിയു റഹിമഹുല്ലാ. അപ്പോൾ പിതാവായ ലുഖ്മാൻ തന്റെ മോന് നൽകുന്ന ഉത്തരമാണിത് എന്ന് ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ തഫ്സീറായി വിശദീകരിക്കണം. രണ്ടാമതായി ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം ഇബ്നുൽ ജൗസി കൊണ്ടുവരുന്ന മറ്റൊരു തഫ്സീർ, അന്നഹു ഖാൽ യാ അബതി ഇൻ അമിൽതുൽ ഖതീഅത ഹൈഥു ലാ യറാനി അഹദുൻ കൈഫ യഅലമുഹല്ലാഹ്. പിതാവേ, ലുഖ്മാനെ വിളിച്ചിട്ട് മോൻ ചോദിക്കണം, പൊന്നു പിതാവേ, ആരും കാണാത്തടത്ത് വെച്ച്, ഒരാളും കണ്ടിട്ടില്ല, സ്വകാര്യതയിലാണ്, രഹസ്യത്തിലാണ്, ബാപ്പയോ ഉമ്മയോ ഇണയോ മക്കളോ നാട്ടുകാരോ ഒരാളും കണ്ടിട്ടില്ല. അങ്ങനെ കാണാത്തടത്ത് വെച്ച് ഞാൻ പാപം ചെയ്താൽ എങ്ങനെ അല്ലാഹു അറിയും? ഫഅജാബഹു ബിഹാദാ. അപ്പോൾ അദ്ദേഹം മകനോട് പറഞ്ഞ ഉത്തരമാണത്. ഖാലഹു മുഖാത്തിൽ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ്. മഹാനായ ഇമാം മുഖാത്തിൽ റഹിമഹുല്ലാഹ് പറയാണ്, എന്താണ് ഈ പറഞ്ഞത്? യാ ബുനയ്യ, കുഞ്ഞുമോനെ. വാപ്പ മോനോട് പറഞ്ഞു കൊടുക്കാണ്, എന്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. കുഞ്ഞുമോനെ, നിശ്ചയമായും കാര്യം അത് കടുകുമണിയിൽ നിന്നുള്ള ഒരു ധാന്യമണിയുടെ തൂക്കമുള്ളതായിരുന്നാലും ശരി. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറഞ്ഞു, മിൻ ഖൈരിൻ ഔ ശർറിൻ. ഖൈറിൽ നിന്നുള്ളതാകട്ടെ ശർറിൽ നിന്നുള്ളതാകട്ടെ, ഖൈറാകട്ടെ ഷർറാകട്ടെ, എത്ര ചെറിയതായാലും ശരി, അതൊരു കടുകുമണിയോളം ചെറുതായാലും ശരി, അത് കൊണ്ടുവരുമെന്നാണ്. മോനെ, അത് കൊണ്ടുവരും. പിതാവായ മഹാനായ ലുഖ്മാൻ പൊന്നുമകന് നൽകുന്ന ഉപദേശമാണ്. ഇവിടെ ഒരു പ്രയോഗമുണ്ട്, ഇന്നഹാ യാ ബുനയ്യ ഇന്നഹാ. എന്താണ് ഇന്നഹാ എന്ന് പറഞ്ഞാൽ? ഐ അസ്സയ്യിഅത അവിൽ ഹസനത. അത് നന്മയിൽ നിന്നുള്ളതായാലും തിന്മയിൽ നിന്നുള്ളതായാലും മോനെ അല്ലാഹു കൊണ്ടുവരുമെന്നാണ്. പ്രിയമുള്ളവരെ, ഇതൊരു വല്ലാത്ത ഓർമ്മപ്പെടുത്തലാണ്. നമ്മളെല്ലാവരും നമ്മുടെ നന്മയുടെ സൽഫലങ്ങളിലേക്ക് അല്ലെങ്കിൽ തിന്മയുടെ ദുഷ്ഫലങ്ങളിലേക്ക് മടങ്ങേണ്ടവരാണ്. ഞാനും നിങ്ങൾ ചെയ്തത് ഹൈറാണെങ്കിൽ ആ ഹൈറുമായി നാളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ്. ഞാനും നിങ്ങൾ ചെയ്തത് ഷർറാണെങ്കിൽ ആ ഷർറുമായിട്ടായിരിക്കും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വരിക. സൂറത്ത് അൽ അംബിയയിലെ 47-ാമത്തെ ആയത്തിലും സമാനമായൊരു വാചകം കാണാം. സൂറത്തുൽ ലുഖ്മാനിലെ ആയത്തിന് സമാനമായൊരു വാക്ക്. അവിടെ എന്താ അള്ളാഹു പറയുന്നറിയോ? وَإِن كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. അത് അമല്, കർമ്മം ഒരു കടുകുമണി തൂക്കമുള്ളതാണെങ്കിലും ശരി, നാം അത് കൊണ്ടുവരുന്നതാണെന്ന്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, വകഫാ ബിനാ ഹാസിബീൻ. കണക്ക് നോക്കുവാൻ നാം തന്നെ മദീനാൻ. പ്രിയമുള്ളവരെ, പൊന്നുമക്കളെ, ആരും കണ്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് നാം കരുതിയതെല്ലാം റബ്ബിങ്കൽ കൊണ്ടുവരുന്നതാണ്. അതെത്ര ചെറുതായാലും ശരി, എത്ര വലുതായാലും ശരി. അതായത് പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ നിന്ന് നമുക്ക് യാതൊന്നും മറച്ചു വെക്കാനാകൂല. പൊന്നുമക്കളെ, അള്ളാഹുവിൽ നിന്ന് യാതൊന്നും നമുക്ക് മറച്ചു വെക്കാനാകില്ലെന്ന് പിതാവായ ലുഖ്മാൻ തന്റെ പൊന്നുമോനോട് ഉപദേശിക്കാൻ. നമ്മൾ ഓരോ ബാപ്പമാരും മക്കൾക്ക് നൽകേണ്ടുന്ന ഉപദേശമാണത്. ബാപ്പാന്റെ കണ്ണ് വെട്ടിച്ചിട്ട് നിനക്കെന്തും പ്രവർത്തിക്കാം,
പക്ഷെ അള്ളാന്റെ കണ്ണിൽ നീ ഒരിക്കലും അകന്നു പോകൂല മോനെ എന്ന ബോധ്യം നമ്മുടെ മക്കളിൽ എന്ന് നമ്മൾ നിക്ഷേപിക്കുന്നുവോ അന്ന് അൽഹംദുലില്ലാ ധൈര്യമായി നമുക്ക് വരെ പുറത്തേക്ക് വിടാം. അത് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ വഖാറുമായി ബന്ധപ്പെട്ടതാണ്. അവന്റെ അളമത്തും ഖുവ്വത്തും ഖുദ്റത്തും കൃത്യമായി ബോധ്യപ്പെട്ട വിനീതനായ ഒരു അടിമയുടെ ഉള്ളിൽ നിന്നുള്ളൊരു ബോധമാണത്. എന്റെ റബ്ബ് കാണും കേൾക്കും അറിയും. ഈ ചിന്ത നഷ്ടപ്പെട്ടതാണ് പലപ്പോഴും ആളുകൾ തോന്നിവാസത്തിലേക്ക് കടന്നു പോകുന്നു. അല്ലാഹുൽ മുസ്തആൻ. അള്ളാന്റെ ജ്ഞാനത്തിനും പിടുത്തത്തിനും അതീതമായി യാതൊന്നും ഉണ്ടാകുന്നില്ല മോനെ എന്ന് ബാപ്പ മോന് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നറിയോ? ഒരു ഉദാഹരണത്തോടു കൂടിയാണ്. വെറുതെ പറയില്ല അങ്ങനെ ചെയ്യണ്ട എന്നല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ട ഉദാഹരണ സഹിതം ഒരു വാപ്പ മോന് പറഞ്ഞു കൊടുക്കണം. നീ ചെയ്തു പോയത് എത്ര ചെറുതാണെങ്കിലും ശരി. ഉദാഹരണം എന്താ? പാറക്കെട്ടിനുള്ളിലുള്ള ഒരു കടുകുമണി അല്ലെങ്കിൽ ഒരു ചെറിയ അണുമണി, അതാണെങ്കിൽ പോലും അത് നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിൽ പോലും മോനെ അതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ടെന്നാണ്. തുടർന്ന് ലുഖ്മാൻ തന്റെ മോനെ പഠിപ്പിക്കുന്നതാണ്. ഫതകുൻ ഫീ സുഖ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് എന്നിട്ടുള്ള വാക്കെന്തറിയോ? ഈ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. എന്നിട്ടത് മനുഷ്യരുടെ നന്മയോ തിന്മയോ ഒരു പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ ആയിരിക്കുകയും ചെയ്താലും അല്ലാഹു അത് കൊണ്ടുവരുന്നതാണ്. അല്ലാഹു അത് കൊണ്ടുവരുന്നതാണ്. ഞാനും നിങ്ങളും ചെയ്യണ ഏത് പണിയും അള്ളാഹു കൊണ്ടുവരുന്നതാണ്. നോക്കൂ, നിങ്ങൾ ആകാശങ്ങളിലെയും ഭൂമിയിലെയും അണുമണികൾ പോലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൃഷ്ടിയിലാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നൊരു വിശാലമായ ചില തലങ്ങളുണ്ട്. അതിലൊന്നും തരൂ, യാ ബുനയ്യ ഇൻ തകു മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സുഖറ. എന്നിട്ട് അത് ഏത് മനുഷ്യൻ ചെയ്തത്? നന്മയോ തിന്മയോ? നന്മയോ തിന്മയോ? അതൊരു പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ ആയിരുന്നാലും ശരി അത് കൊണ്ടുവരുന്നു പറഞ്ഞല്ലോ. അതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, ഖാല ഖത്താദ, ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറഞ്ഞു, തകുൻ ഫീ ജബലിൻ, അതൊരു പർവ്വതത്തിനുള്ളിലായിരുന്നാലും ശരി. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഫീ സുഖ്റത്തിൻ തഹ്തൽ അർളീന സബ്അ, 7 ഭൂമിക്ക് താഴെയുള്ള ഒരു പാറയിലായിരുന്നാലും ശരി. 7 ആകാശം 7 ഭൂമിന്ന് അല്ലാഹ് ഖുർആനിൽ പഠിപ്പിച്ചതാണ്. സുബ്ഹാനക യാ അല്ലാഹ്. 7 ഭൂമിക്ക് താഴെയുള്ള ഒരു പാറയിലായിരുന്നാലും ശരി എന്നാണ്. ഖാല അർ-റബീഉ ഇബ്നു അനസ് വസുദ്ദി റഹിമഹുമുല്ലാ, അവരും പറയുന്നു അന്നഹ അസ്-സുഖ്റത്തു അല്ലതി തഹ്തൽ അർളി സാബിഅ, 7ാമത്തെ ഭൂമിക്കടിയിൽ ഒരു പാറയിൽ ഉള്ളിൽ അതെത്ര സൂക്ഷ്മമായി വെച്ചാലും ശരി. അതായത് നമ്മൾ പറയില്ലേ, എടുത്തു വെക്കാൻ പറ്റുന്ന എവിടെ കൊണ്ട് എടുത്തുവെച്ചാലും ശരി. നാടൻ മലബാരി ഭാഷ പറഞ്ഞാൽ പാത്തക്കാൻ വെച്ചത് എവിടെ വെച്ചാലും ശരി, അത് അല്ലാഹ് കൊണ്ടുവരുമെന്നാണ്. സുബ്ഹാനക യാ അല്ലാഹ്. സുഖറത്ത് എന്നൊരു പദം അവിടെ ഉപയോഗിച്ചു. എന്താ ഈ സുഖറത്ത്? സുഖറത്ത് എന്ന് പറഞ്ഞാൽ നല്ല ദൃഢതയുള്ള ഉറപ്പുള്ള ഒരു പാറക്കല്ലിനാണ് പറയാ. ആ പാറക്കല്ലിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാലും അത് അല്ലാഹ് കൊണ്ടുവരുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ പറയുള്ളവരെ, പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ കണ്ണു വെട്ടിച്ചിട്ടൊരു തിന്മ ചെയ്യും? ഇല്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, എന്നാൽ അല്ലാഹുവിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ അവർക്ക് കഴിയില്ല. സൂറത്തു നിസാ 108-ാമത്തെ ആയത്ത്. എന്താണ് യസ്തഖ്ഫൂന എന്ന് പറഞ്ഞാൽ? ഐ യസ്തതിറൂന, ജനങ്ങളെ തൊട്ടവർ മൂടി വെക്കുന്നു എന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ജനങ്ങളെ പേടിച്ചുകൊണ്ടും അവരറിഞ്ഞാലുള്ള ലജ്ജ കാരണത്താലും അവർ തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ അത് മറച്ചു വെക്കുന്നു എന്നാണ്. എന്നാൽ അവർ അള്ളാഹുവിൽ നിന്ന് മറ സ്വീകരിക്കുന്നില്ല. അള്ള കണ്ടാലും അള്ള കേട്ടാലും അള്ള അറിഞ്ഞാലും അതൊന്നും അവർക്ക് വിഷയമല്ല. അതായത് ചെയ്യുന്ന തിന്മകൾ, മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ മറ്റുള്ളവർ അറിയുന്നതിൽ ലജ്ജയുണ്ടാകുന്നു, ജനങ്ങളെ ഭയപ്പെടുന്നു. അത് കാരണത്താൽ
ജനങ്ങളെ ഭയപ്പെടുന്നത് കാരണത്താൽ ഈ പ്രസംഗിക്കുന്ന ഞാൻ ഒരു തിന്മ ചെയ്താൽ നിങ്ങളത് കാണുമോ എന്ന ഭയത്താൽ തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളെ തൊട്ടത് മറച്ചു വെക്കുന്നു. നിങ്ങൾ അറിയരുത്, അയാൾ അറിയരുത്, ബാപ്പ അറിയരുത്, ഉമ്മ അറിയരുത്. എന്നാൽ എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന അള്ളാഹു അറിയുന്നതിന് അവർക്ക് യാതൊരു ലജ്ജയോ അവർക്ക് യാതൊരു ഭയമോ ഇല്ല. അള്ളാഹുവിൽ നിന്നൊരു മറയും അവര് സ്വീകരിക്കുന്നില്ല. അള്ളാഹ് കാണുന്നു അവര് പലിശയുമായി ബന്ധപ്പെടുമ്പോ, അള്ളാഹ് കാണുന്നു അവര് സിനിമ കാണുമ്പോ, അള്ളാഹ് കേൾക്കുന്നു അവര് സംഗീതം ആസ്വദിക്കുമ്പോൾ, അള്ളാഹു അറിയുന്നു അവർ വ്യഭിചരിക്കുമ്പോഴും മോഷ്ടിക്കുമ്പോഴും, അള്ളാഹു അറിയുന്നു എന്ത് വൃത്തികേട് കാണിക്കുമ്പോഴും. ഇല്ല, അങ്ങനെ ഒരു ഭയം അവർക്കില്ല, അങ്ങനെ ഒരു ലജ്ജ അവർക്കില്ല. മനുഷ്യന്മാര് കാണുമെന്നാ പേടി. അതാണ് യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ഇതാണ് ലുഖ്മാൻ തന്റെ മോനെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനക യാ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഞാനങ്ങൾ ചെയ്യുന്ന ഏത് ചെറിയ കാര്യവും അള്ളാഹു അറിയുന്നുണ്ട് എന്ന് മാത്രല്ല, ആഖിറത്തിൽ വിചാരണയുടെ വേളയിൽ അവയെല്ലാം അള്ളാഹു ഹാജരാക്കുകയും ചെയ്യും. എല്ലാം. അതാണ് അള്ളാഹുവിന്റെ ഖുർആനിലെ 86-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ യൗമ തുവല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം. എന്താ അങ്ങനെ പറഞ്ഞാൽ? രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച ഉദ്ദേശങ്ങളും വിശ്വാസങ്ങളും അന്ന് മറനീക്കി പുറത്തു വരും, എല്ലാം കൊണ്ടുവരപ്പെടുന്ന. അങ്ങനെ സൽക്കർമ്മിയും ദുഷ്കർമ്മിയും വേർതിരിയും, ഖൈറിന്റെ ആളും ഷർറിന്റെ ആളും വേർതിരിയും. അതാണ് സൂറ അൽ ആദിയാത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ. അങ്ങനെ വന്നാൽ അന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്താ അറിയങ്ങള്? വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല പറയാണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അപ്പോൾ ആര് ഒരു ദർറത്തിന്റെ തൂക്കം നന്മ ചെയ്തിരുന്നുവോ പരലോകത്ത് അവനത് കാണുന്ന, ഇത് കൊണ്ടുവരും. അപ്പൊ അവന് കാണും, അവനവന്റെ അമൽ അവൻ അറിയും. ആര് ഒരു ദർറത്തിന്റെ തൂക്കം തിന്മ ചെയ്തിരുന്നുവോ ആഖിറത്തിൽ അവൻ അതും കാണുമെന്നാണ്. എന്റെ നന്മയും എന്റെ തിന്മയും ഞാൻ കാണുന്ന ഒരു ദിവസം. അല്ലെങ്കിൽ നന്മ പ്രവർത്തിച്ചവർ അവരുടെ നന്മ കാണും, തിന്മ പ്രവർത്തിച്ചവർ അവരുടെ തിന്മയും കാണും. ഇവിടെ ഉപയോഗിച്ച പദം, ഈ മിമ്പറിൽ എത്രയോ തവണ നമ്മൾ ഉപയോഗിച്ച പദം ദർറത്ത് എന്നാണ്. എന്താ ദർറത്ത് എന്ന് പറഞ്ഞാൽ? മാ മഅന ദർറ. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ളവർ പറഞ്ഞു അന്നംലത്തു സഗീറ, കണ്ണുകൊണ്ട് കാണാൻ പ്രയാസകരമായ ചെറിയ ഒരു കുഞ്ഞനുറുമ്പിനാണ് പറയാ അന്നംലത്ത് ദർറത്ത് എന്ന് പറയാം. അതാണ് അന്നംലത്തു സഗീറ. അത്ര ചെറുത് ചെയ്താൽ പോലും. അപ്പൊ എത്ര ചെറുതും എത്ര വലുതും അള്ളാഹുവിങ്കിൽ കൊണ്ടുവരപ്പെടുന്നതാണ്. പ്രിയമുള്ളവർ, അങ്ങനെ വന്നാൽ എന്തുണ്ടാവുക? ഒരു വിഭാഗം വിജയികൾ, മറ്റൊരു വിഭാഗവും പരാജിതർ. ഒരു വിഭാഗം വിജയിച്ചു, നന്മയുമായി വന്നവർ വിജയിച്ചു. തിന്മയുമായി വന്നവരാണെങ്കിലോ അവര് പരാജയപ്പെടും. ഇത് മദ്രസയില് 2ാം ക്ലാസ് മുതൽക്ക് പഠിപ്പിക്കുന്നതാണ്. ഖൈറുമായി വന്നവർ വിജയിക്കും, ഷർറുമായി വന്നവർ പരാജയപ്പെടും. ഈ ആയത്തും അന്ന് മുതലേ പഠിപ്പിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞ വാക്കെന്തറിയോ? വൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. അന്നത്തെ ദിവസം മനുഷ്യരുടെ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്നത് സത്യമായിരിക്കുന്നു. എല്ലാവരുടെ അമലുകളും അള്ളാഹു തൂക്കിക്കണക്കാക്കും. അപ്പോൾ ആരുടെ തുലാസുകൾക്ക് കനം തൂങ്ങിയോ അവരാണ് വിജയികൾ. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മളെ തുലാസിൽ തൂങ്ങാൻ മാത്രം കനമുണ്ടോ ഈ പ്രായത്തിനിടക്ക്? സുബ്ഹാനക. രണ്ടാമത്തെ അല്ലാഹു പറഞ്ഞത് ആരുടെ തുലാസുകൾക്ക് കനം കുറഞ്ഞുവോ അവരാണ് ആത്മനഷ്ടം നേരിട്ടവർ, പരാജയപ്പെട്ടവർ. എന്നിട്ട് അവരുടെ ഒരു സ്വഭാവം പറയാണ്, നമ്മുടെ ആയാത്തുകൾക്ക് ദൃഷ്ടാന്തങ്ങളുടെ നേരെ
അവർ അന്യായം കൈക്കൊണ്ടിരുന്നതിന്റെ ഫലമത്രേത്. അള്ള പറഞ്ഞ വാക്കെന്താ? യഅതി ബിഹല്ലാ. ഈ ലുഖ്മാൻ തന്റെ മോനെ പഠിപ്പിച്ച വാക്കതാണ് യഅതി ബിഹല്ലാ. അള്ളാഹ് അത് കൊണ്ടുവരുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്ത എത്ര ചെറിയ നന്മയും അൽഹംദുലില്ലാ നിരാശപ്പെടണ്ട, അള്ളാഹ് അത് കൊണ്ടുവരും. നമ്മൾ ചെയ്തു പോയ എത്ര ചെറിയ തിന്മയും തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ, ഹസനാത്തുൽ മാഹിയ ദുഷ്കർമ്മങ്ങളെ നീക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് കൊണ്ടുവരപ്പെടും. അൽഹംദുലില്ലാ, അള്ളാഹ് അവിടെ ഒരുപാട് റിഡക്ഷൻ നൽകുകയാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടൊരു ഹദീത്ത് കാണാം. ഒരു തിന്മ ചെയ്തു പോകുന്ന സന്ദർഭത്തിൽ അത് രേഖപ്പെടുത്തുന്ന മലക്കുകളോട് നന്മ രേഖപ്പെടുത്തുന്ന മലക്ക് പറയും, നിക്ക് വെയിറ്റ് ചെയ്യും. 6 മണിക്കൂറോളം സമയം കൊടുക്കുന്നതാണ്. 6 മണിക്കൂറോളം. ഹദീത്താണ്. എന്തിനറിയോ? ആ ചെയ്തു പോയ നന്മയെന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി അള്ളാഹ് ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നന്മ ചെയ്യണ മലക്ക്, നന്മ രേഖപ്പെടുത്തുന്ന മലക്ക് തിന്മ രേഖപ്പെടുത്തുന്ന മലക്കോട് പറയും, നിക്ക് വെയിറ്റ് ചെയ്യും. അയാള് തൗബ ചെയ്ത് മടങ്ങണ്ടോ? അള്ളാഹു ഒരുപാട് അവസരം തരാണ് തിരിച്ചു വരാൻ, മടങ്ങാൻ, നന്നാകാൻ, ശുദ്ധീകരിക്കാൻ. എന്നിട്ടും വേണ്ടെന്ന് പറഞ്ഞ് പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുന്നവൻ അവനാണ് ആത്മനഷ്ടം നേരിട്ടവൻ. നഅൂദുബില്ലാഹ്. നമ്മളെ അവസ്ഥ എന്താന്ന് ആലോചിച്ചൊക്കെ നിങ്ങള്. ഈ തിന്മയെന്ന് മടങ്ങാൻ നമുക്ക് തയ്യാറുണ്ട്. പിന്നെ അതേ തിന്മയ്ക്കല്ലേ, കൊടുത്ത പലിശയിലേക്ക് തന്നെയാണ് പിന്നെയും പോകുന്നത്. ചെയ്ത തിന്മയിലേക്ക് തന്നെയാണ് പിന്നെയും പോണത്. അള്ളാഹ് പറഞ്ഞു യഅതി ബിഹല്ലാ. അള്ളാഹു ആഖിറത്തിൽ അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞാൻ പറയട്ടെ നിങ്ങളോട്, എങ്ങനെയാണ് റബ്ബുൽ ഇസ്സത്ത് അത് കൊണ്ടുവരുന്നത്? നിങ്ങള് എങ്ങനെ ഇത് കൊണ്ടുവരുന്നറിയോ? വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രവർത്തിച്ചവനെ കൊണ്ടുവരും, അവന്റെ പ്രവർത്തികളെ കൊണ്ടുവരും, ആ പ്രവർത്തിച്ചവന്റെ പ്രവർത്തികൾക്കുള്ള സാക്ഷികളെയും കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരും? അമൽ ചെയ്തവനെ കൊണ്ടുവരും, അവന്റെ അമലുകൾ കൊണ്ടുവരും, അവന്റെ അമലിന് സാക്ഷികളെ കൊണ്ടുവരും. അതിലൊന്നാമത്തെ സാക്ഷി റബ്ബാണ്, പിന്നെയുള്ള സാക്ഷി മലക്കുകളാണ്, പിന്നെയുള്ള സാക്ഷി അവനവന്റെ അവയവങ്ങളാണ്, പിന്നെയുള്ള സാക്ഷി പ്രകൃതിയാണ്, അന്തരീക്ഷമാണ്. എല്ലാം റബ്ബ് കൊണ്ടുവരും. നീതിയാണ് അവിടെ പുലരുക. അല്ലാഹു കൊണ്ടുവരും. വിശുദ്ധ ഖുർആനിലെ എത്ര സ്ഥലത്തുള്ള പറഞ്ഞ വാക്കാന്നറിയോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇംറാന്റെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറൻ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ ويحذركم الله نفسه والله رؤوف بالعباد. നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് നമ്മളോട് ഓർക്കാൻ പറയാണ്. എന്റെ നന്മയും എന്റെ മുന്നിൽ വരും, എന്റെ തിന്മയും എന്റെ മുന്നിൽ വരും. അങ്ങനെ ഒരു ദിവസം ഉണ്ട് നല്ല ഇവിടുന്ന് പറഞ്ഞുതരാണ്. എത്തിയിട്ടില്ല ലോകത്ത്, ഇവിടുന്നേ പറഞ്ഞുതരാണ്. അങ്ങനെ ഒരു ലോകം വരാണ്ട് മനുഷ്യ. എന്നിട്ട് തിന്മ പ്രവർത്തിച്ചു ഇങ്ങനെ ആലോചിച്ചു നോക്കും, എന്തറിയോ? തന്റെയും താൻ പ്രവർത്തിച്ചു പോയ തിന്മകളുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ വ്യക്തിയും അന്ന് കൊതിച്ചു പോകുന്നതാണ്. റബ്ബ് ദുനിയാവിലായിരിക്കെ എനിക്കും നിങ്ങൾക്കും നൽകുന്നൊരു താക്കീത് എന്തറിയോ? വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ. പലരെയും പഠിക്കണ്ട് നല്ല പറയാണ്. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ. അല്ലാഹു തന്നെ പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നതാണ്. ഗൗരവത്തിൽ ആലോചിച്ചോളിൻ, മടങ്ങിക്കൊള്ളിൻ, തിരിച്ചു വരാനുള്ള മാർഗങ്ങൾ ഒരുക്കിക്കൊള്ളിനാണ്. സൂറത്ത് മാഇദയിലെ 105-ാമത്തെ ആയത്തിലെത്തുന്നിടത്ത് റബ്ബ് പറയുന്ന മറ്റൊരു വാക്കെന്തറിയോ? ഇലല്ലാഹി മർജിഉകും ജമീഅ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അല്ലാഹുവിങ്കലേക്കത്രേ നിങ്ങളുടെ എല്ലാം മടക്കം. അതാണ് ഇന്ന ഇലൈനാ
ഇയാബഹും എന്നത്. എന്നിട്ടോ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അപ്പോൾ അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ്. അതാണ് സുമ്മ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ആ ഹിസാബ് മുന്നിൽ വരാനുള്ളതാണ്. അല്ലാഹു അക്ബർ കബീറ. അതുകൊണ്ട് ഇത് ബോധ്യായി, തിരുത്തേണ്ട തിരുത്തി, നന്നാക്കാനുള്ളതൊക്കെ നന്നാക്കി ഏത് നിമിഷവും റബ്ബിലേക്കുള്ളൊരു തിരിച്ചുപോക്കിനെ മുന്നിൽ കണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. അല്ലാഹു തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. മഹാനായ ലുഖ്മാൻ തന്റെ മോന് നൽകുന്ന ഉപദേശത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല, ലത്തീഫുൻ ഖബീറുൻ, അല്ലാഹു ലത്തീഫാണ്, ഖബീറാണ്. പ്രിയമുള്ളവരെ, ഒരു ബാപ്പ മകന് നൽകുന്ന ഉപദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ എന്തൊക്കെ ഉപദേശം മക്കൾക്ക് നൽകും? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, സാമൂഹിക ബന്ധങ്ങളിൽ, അല്ലെ, പല വിഷയങ്ങളിൽ നമ്മൾ നമ്മുടേതായ പാരമ്പര്യമായി കൈമാറി കിട്ടിയ, ചിലപ്പോൾ ആയത്തെ ദിവസമൊന്നുമില്ല, എന്നാൽ പോലും പാരമ്പര്യമായി കൈമാറി കിട്ടിയ ഉപദേശങ്ങൾ പോലും നൽകും. എന്നാൽ ഒരു ബാപ്പ മോന് നൽകുന്ന ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം അള്ളാഹുവിനെ സൂക്ഷിച്ചോ മോനെ എന്നതാണ്. കാരണം ആ റബ്ബാരാണ്, അവൻ ലത്തീഫാണ്, അവൻ ഖബീറാണ്. അള്ളാഹു ലത്തീഫാണ്, അവന്റെ നാമമാണ് അൽ ലത്തീഫ് എന്നത്. അള്ളാന്റെ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ് അള്ളാഹു ലത്തീഫ്. വിശുദ്ധ ഖുർആനിൽ 45 സ്ഥലത്ത് വന്നൊരു പേരാണ് അൽ ലത്തീഫ് എന്നത്. അത് ശരിക്കും മനസ്സിരുത്തി കേൾക്കണം. 45 സ്ഥലത്ത് ലത്തീഫ് വന്നിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ മറ്റൊരു പേരാണ് ഖബീർ. ആ നാമവും വിശുദ്ധ ഖുർആനിൽ 45 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെന്നാണ്. ലത്തീഫും ഖബീറും വിശുദ്ധ ഖുർആനിൽ 45 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെന്നാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മകന് നൽകുന്ന ഉപദേശത്തിൽ ഏറ്റവും ഹൃദ്യത ഉള്ളത് അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്താം. മോനെ, അള്ളാഹ് ലത്തീഫാണ്, അള്ളാഹ് ഖബീറാണ്. ഈ ലത്തീഫ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടാശയം. ഒന്ന്, വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിന്റെ 100-ാമത്തെ ആയത്തിൽ കാണാം, സൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ് അർത്ഥം ലത്തീഫ് എന്ന് പറഞ്ഞാൽ. അതുപോലെ 42-ാം അധ്യായത്തിന്റെ 19-ലെത്തുമ്പോ കാണാം, ലത്തീഫ് എന്ന പദത്തിനുള്ള 2-ാമത്തെ മഅന കനിവുള്ളവൻ, തന്റെ സൃഷ്ടികളോട് അങ്ങേയറ്റം കനിവുള്ളവനാണ്. ഈ പദത്തിന് 2 മഅന വിശുദ്ധ ഖുർആനിൽ തന്നെ ഉദാഹരണങ്ങൾ കാണാം. തിരുസുന്നത്തിലും അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിലും വേറെ വിശദീകരിക്കണം. ഈ ലത്തീഫും ഖബീറുമായവനാണ്, അവനാണ് അല്ലാഹു തആല. തീർച്ചയായിട്ടും ഇതിനെ വിവരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അല്ലാഹു അതീവ ഗോപ്യമായവ അറിയുന്നവനാകുന്നു. അതാണ് ലത്തീഫ്. ഒരു മാനനുസരിച്ച് അവന് അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അവ്യക്തമാവുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പദം റബ്ബ് കൊണ്ടുവരുന്നത് എവിടെയാണ്? ഒരു പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ വെച്ചാലും അത് എത്ര ചെറുതും കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണത്? അവൻ ലത്തീഫാണ്. ഗോപ്യമായവ, സൂക്ഷ്മമായവ, മറ്റുള്ളവർ ശ്രദ്ധിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്തവ പോലും കാണുന്നവനാണ് അവൻ ലത്തീഫ്. ആ ലത്തീഫായവനാണ് അവൻ. രണ്ടാമത്തത് ഖബീർ എന്നാണ്. അതൊന്നും കൂടി പവർ കൂടിയത്. എന്തറിയോ? അവയുടെ എല്ലാ ഹക്കും സ്ഥാനങ്ങളും അറിയുന്ന സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്നാണ്. ഒരു വിഷയം മാത്രമല്ല, അതിന്റെ വസ്തുതകൾ, അതിന്റെ ഉള്ളും പുറവും മുഴുവനും അറിയുന്നവനായ ഖബീർ അവനാണ് അല്ലാഹു എന്ന് മഹാനായ ലുഖ്മാൻ തന്റെ മോന് നൽകുന്ന ആ ഉപദേശം, അത് അല്ലാഹു തആല നമുക്ക് അവന്റെ കിതാബിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലൂടെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു കാണും, അല്ലാഹു
അള്ളാഹു അറിയും, അള്ളാഹു കൊണ്ടുവരും എന്ന ബോധത്തോടുകൂടിയാകണം ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹു തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ സ്വകാര്യതകളിൽ പരസ്യങ്ങളെക്കാളധികം സൂക്ഷ്മത പുലർത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലുടനീളം റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു താല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു താല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അള്ളാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ, മൻഹജിൽ അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അള്ളാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല ഈ രാജ്യത്തെ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ അള്ളാന്റെ ദീനെ പഠിച്ചും പകർത്തിയും ദഅവത്ത് നടത്തിയും മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.